ഹലോ. ഇന്ന് എനിക്ക് ഓഫാണ്. എനിക്ക് മാത്രമേ ഓഫുള്ളൂ. അജുവിന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അജു ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടികളൊന്നുമില്ല. അജു ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങാമെന്നല്ലാതെ വേറെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല. പിന്നെ ഞാനും അമ്മയും ഏടനും കൂടെ ജസ്റ്റ് ഒന്ന് ഏടനും കൂടെ ഒരു വാക്കിന് പോകും. അല്ലാതെ എവിടെയും ഞങ്ങൾ പോകാറില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും. ഇനി അജു എന്തായാലും വരാൻ ലേറ്റ് ആവും. അജുവിന് 2 to 12 ആണ് ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ അന്ന് ഞാൻ വീട്ടിലേക്ക് മാറിയതിന് ശേഷം, അതായത് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതിന് ശേഷം ഞാൻ വിചാരിച്ചായിരുന്നു ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അകമൊക്കെ ഒന്ന് കാണിക്കണമെന്നുള്ളത്. എനിക്ക് ഇന്നാണ് ഒരു ഓഫ് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അജു ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏടൻ അജുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അജു പോകുന്നവന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവനിങ്ങനെയാണ്. ആരാണോ പുറത്ത് പോകുന്നത് അവരുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവനെയും കൂടെ കൂട്ടിയിട്ട് പോകാനുള്ളൊരു നമ്പറാണ്. ഞാനിവിടുന്ന് ഏടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നോക്കുകയാണ്. ഏടനെ ഫുഡ് കഴിപ്പിക്കൽ ടാസ്ക്കാണ്. അവനിതുപോലെ ഫുഡ് കൊണ്ട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യും. അതിന് വാശി പിടിച്ചാലും ഇതുപോലെ വിട്ട് കഴിഞ്ഞാലേ അവൻ കഴിക്കൂ. ഇപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങ് വിടും. ഏടൻ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ പുതിയ കൂട്ടുകാരനാണ് ഇവൻ. കുഞ്ഞൂന്ന് ഞങ്ങളൊക്കെ ഇവനെ വിളിക്കുക. ഇവൻ്റെ ശരിക്കുള്ള പേരെന്താണ് ഞാൻ മറന്നുപോയി. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലാണ്. ഇവനും ഒരു നല്ല കൂട്ടാണ്. അവനപ്പോൾ അവൻ്റെ പപ്പ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് കളിക്കും രണ്ടുപേരും കൂടെ. ഏടൻ ഇടയ്ക്ക് അങ്ങോട്ടും പോകും. കൂട്ടത്തിൽ ഏടനാണ് വികൃതി. ഇതൊരു പാവാട്. അജു ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി. ഇനി ഞാൻ ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത് 9th ഫ്ലോറിൽ 901 ആണ്. ഇതാണ് ഞങ്ങളുടെ ഹാള്. കയറി വരുന്നതേ ഹോളിലേക്കാണ്. ഹോളിൽ ജസ്റ്റ് ഞങ്ങൾ TV അവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ഏടൻ്റെ സാധനങ്ങളാണ്. അവൻ്റെ കളിപ്പാട്ടങ്ങളും സ്റ്റോളും അതെല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കൃഷ്ണനെയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ ഇത് വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ മേടിച്ചിട്ടില്ല. അതിവിടെ മേടിച്ചിട്ട് പുതിയത് വെക്കണം. മറ്റേതെല്ലാം പോയി. പഴയതായതുകൊണ്ട് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുവരെ ഞാൻ ആ ഒരു ടേബിളിൻ്റെ മേലെയാണ് കൃഷ്ണനെയും കൂടെ വെച്ചിട്ടുള്ളത്. സ്റ്റാൻഡ് മേടിച്ചിട്ട് അവിടെ നിന്ന് സ്ഥാനം മാറ്റണം. ഹോളിൽ നിന്ന് നേരെ പോകുന്നത് റൈറ്റ് സൈഡിൽ റൂമും ലെഫ്റ്റ് സൈഡിൽ കിച്ചണാണ്. ബെഡ്റൂമൊന്നും ഞങ്ങൾ ശരിക്കും അറേഞ്ച് ചെയ്തിട്ടില്ല. ബെഡ്റൂം എന്നല്ല, ഫ്ലാറ്റേ ഞങ്ങൾ ശരിക്കും അറേഞ്ച് ചെയ്തിട്ടില്ല. മാറിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി ഡ്യൂട്ടി. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഉള്ളതുപോലെയാണ് ഞാനൊന്ന് കാണിക്കുന്നത്. ഇനിയും അറേഞ്ച്മെൻറ്റ്സ് ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. ഇപ്പം തട്ടിക്കൂട്ടി വെച്ചേക്കുന്നതാണ്. മെയിനായുള്ള കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടി തിരക്ക് കാരണമാണ്. ഓഫ് ഇല്ലാത്തത് കൊണ്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല. ബെഡ്റൂമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. എല്ലാം തട്ടിക്കൂട്ടി വെച്ചേക്കാണ്. ഇനി അജുവിനൊരു ഓഫുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഓഫുള്ളതുകൊണ്ട്. കാരണം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഈടനുള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസം വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം ആദ്യം നിന്ന ഫ്ലാറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചൊരു ചെറുതാണ്. പക്ഷേ ഓക്കെയാണ്. ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ. അപ്പം ഇത് ഓക്കെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.